യാത്രകളെ എന്നും സന്തോഷകരമാക്കുന്ന സുബിൻസ് ഹോളിഡേയോടൊപ്പം ഉള്ള അണ്ടമാൻ യാത്രയുടെ രണ്ടാം ദിനമായ ഇന്ന് യാത്രികർ എല്ലാവരും അത്യുത്സാഹത്തോടെ റോസ് ഐലൻഡ് കാണാനായിട്ടാണ് പുറപ്പെട്ടിരിക്കുന്നത്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും റോസ് ഐലൻഡ് എന്ന മഹാത്ഭുതം കാണാനായി കാത്തിരിക്കുകയാണ്. കുറേ ദൂരം ബസ്സിലും തുടർന്ന് ബോട്ടിലും യാത്ര ചെയ്ത് എത്തേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ റോസ് ഐലൻഡ്. അങ്ങനെ സഹയാത്രികരോടൊപ്പം ബസ്സിൽ റോസ് ഐലൻഡിനെ ലക്ഷ്യമാക്കി യാത്ര തുടരുമ്പോൾ എൻ്റെ ചിന്തകൾ അണ്ടമാൻ ദ്വീപിൻ്റെ ചരിത്രത്തിലേക്കാണ് ഓടിയെത്തുന്നത്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് 1942 സഖ്യകക്ഷികൾക്കെതിരായ ആക്രമണത്തിൻ്റെ ഭാഗമായി ജാപ്പനീസ് ദ്വീപുകൾ ആക്രമിക്കുകയുണ്ടായി. 1942 മാർച്ച് 23 പോർട്ട് ബ്ലെയർ ജപ്പാനീസ് പിടിച്ചടക്കുകയും ദ്വീപിൻ്റെ നിയന്ത്രണം തങ്ങളുടെ കൈവശം വയ്ക്കുകയും ചെയ്തു. ജപ്പാനീസുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ദ്വീപുകളെ ഷഹീദ് ദ്വീപ്, രക്തസാക്ഷി ദ്വീപ് എന്നും സ്വരാജ് സ്വയംഭരണ ദ്വീപ് എന്നും പുനർനാമകരണം ചെയ്തുകൊണ്ട് 1943 ഡിസംബർ 29 താൽക്കാലിക നിയന്ത്രണം സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആസാദ് ഹിന്ദിന് കൈമാറുകയുണ്ടായി. ദ്വീപുകളുടെ യഥാർത്ഥ നിയന്ത്രണം ജാപ്പാനീസ് സൈന്യത്തിൻ്റെ കൈവശമുണ്ടായിരുന്നെങ്കിലും പരിമിതമായ അധികാരം മാത്രമേ ബോസ് ജനറൽ AD ലോകനാഥനെ ദ്വീപുകളുടെ ഗവർണറായി നിയമിച്ചതും അദ്ദേഹത്തിന് നൽകിയതും. ജാപ്പാനീസ് അധിനിവേശനത്തിന് കീഴിലുള്ള വർഷങ്ങളിൽ വ്യാപകമായ കൊള്ള, തീവെയ്പ്, ബലാത്സംഗം, അധിക നീതിന്യായ കൊലപാതകങ്ങൾ എന്നിവ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ദ്വീപുകളിൽ നിന്ന്. നിസ്സാര കാര്യങ്ങളുടെ പേരിലാണ് നാട്ടുകാർ പലപ്പോഴും കൊല്ലപ്പെട്ടിരുന്നത്. അതിൽ ഏറ്റവും വലുത് 1944 ജനുവരി 30 നടന്ന ഓം പ്രൈഗഞ്ച് കൂട്ടക്കൊലയാണ്. ചാരവൃത്തി ആരോപിച്ച് ജപ്പാനീസ് സൈന്യം 44 തദ്ദേശീയ സിവിലിയന്മാരെ വെടിവെച്ചു കൊന്നു. 1945 ഓഗസ്റ്റ് 15 ജപ്പാനീസ് വൈസ് അഡ്മിറൽ ടോയ്സോ ഹാരയും മേജർ ജനറൽ തമേനോറി സാറ്റോയും റോയൽ നേവി യുദ്ധക്കപ്പൽ HMS സാൻബാറിൽ വെച്ച് രജപൂത് റെജിമെൻറ്റിൻ്റെ കമാൻഡിംഗ് ഓഫീസറായ ലഫ്റ്റനൻറ്റ് കേണൽ നാഥു സിംഗിന് കീഴടങ്ങി. 1945 ഒക്ടോബർ 7 പോർട്ട് ബ്ലെയറിലെ ജിംഖാന ഗ്രൗണ്ടിൽ നടന്ന ഒരു ചടങ്ങിൽ 116ാമത് ഇന്ത്യൻ ഇൻഫൻട്രി ബ്രിഗേഡിൻ്റെ കമാൻഡർ ബ്രിഗേഡിയർ J.A. സാലമോൺസും ചീഫ് അഡ്മിനിസ്ട്രേറ്റർ നോയൽ പാറ്റേഴ്സണും ഈ പ്രദേശം ഔദ്യോഗികമായി ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകി. ഇന്ത്യ വിഭജന സമയത്ത് ദ്വീപുകളുടെ കൈവശാവകാശം നിലനിർത്താനും അവ ഉപയോഗിച്ച് ആംഗ്ലോ ഇന്ത്യൻ വംശജരെയും ബർമ്മക്കാരെയും ഈ ദ്വീപുകളിൽ പുനരധിവസിപ്പിക്കുവാനുമുള്ള ഉദ്ദേശം ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ചു. വിഭജന ചർച്ചകൾക്കിടെ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പാകിസ്ഥാനു വേണ്ടി മുസ്ലിം ലീഗും ദ്വീപുകൾ അവകാശപ്പെട്ടു. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ദ്വീപുകൾ ഇന്ത്യയുടെ ഡൊമീനിയൻ്റെ ഭാഗമായി. ഭരണഘടന പ്രകാരം 1950 ദ്വീപുകൾ ഇന്ത്യൻ സർക്കാർ നിയമിച്ച് ഒരു ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണത്തിന് കീഴിലുള്ള ഏകഭാഗം D പ്രദേശമായി നിയുക്തമാക്കി. വിഭജന സമയത്ത് കുടിയിറക്കപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കാൻ ദ്വീപുകൾ പിന്നീട് ഉപയോഗിച്ചു. ഗണ്യമായ എണ്ണം കുടിയിറക്കപ്പെട്ട കുടിയേറ്റക്കാർ കാർഷിക കോളനികൾ സ്ഥാപിച്ചു. 1956 പുനഃസംഘടനയെ തുടർന്ന് ദ്വീപുകൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിന് കീഴിലുള്ള ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായി മാറുകയുണ്ടായി. മലാക്ക കടലിടുക്കിനു കുറുകെ ബംഗാൾ ഉൾക്കടലിൽ തന്ത്രപ്രധാനമായ സ്ഥാനം കാരണം 1980 മുതൽ ദ്വീപുകൾ ഒരു പ്രധാന പ്രതിരോധ സ്ഥാപനമായി
വികസിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 8249 കിലോമീറ്റർ വിസ്തൃതിയുള്ള 836 ദ്വീപുകളും ഈ പ്രദേശത്തുണ്ട്. അതിൽ 31 എണ്ണം മാത്രമേ സ്ഥിരമായി മനുഷ്യവാസമുള്ളതായി ഉള്ളൂ. 2022 കണക്കനുസരിച്ച് GSDP 103 ബില്യൺ രൂപയായിരുന്നു. കൃഷി ഇവിടുത്തെ ഒരു പ്രധാന തൊഴിലാണ്. ജനസംഖ്യയുടെ ഏകദേശം 50% ഈ മേഖലയിൽ വ്യാപൃതരാണ്. മൊത്തം ഭൂവിസ്തൃതിയുടെ ഏകദേശം 6% വരുന്ന 48,675 ഏക്കർ ഭൂമി മാത്രമേ കൃഷിക്ക് ഉപയോഗിക്കാൻ കഴിയൂ. കൃഷിയോഗ്യമായ ഭൂമിയുടെ ഏകദേശം 20% കൃഷി ചെയ്യുന്ന പ്രധാന ഭക്ഷ്യവിളയാണ് അരി. ഉപഭോഗത്തിനുള്ള ഭക്ഷണത്തിൻ്റെ ഭൂരിഭാഗവും ഇന്ത്യയിലെ പ്രധാന ഭൂപ്രദേശത്തു നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. നിക്കോബാർ ദ്വീപുകളിൽ വളർത്തുന്ന നാണ്യവിളകളാണ് തേങ്ങയും അടയ്ക്കയും. പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുകൾ, വെണ്ടയ്ക്ക, വഴുതന, വെള്ളരി, മുള്ളങ്കി തുടങ്ങിയ പച്ചക്കറികളും സുഗന്ധവ്യഞ്ജനങ്ങളും മാങ്ങ, സപ്പോട്ട, ഓറഞ്ച്, വാഴപ്പഴം, പേരയ്ക്ക, പൈനാപ്പിൾ, പച്ചക്കറികൾ തുടങ്ങിയവയും പഴങ്ങളും മറ്റും ഈ വിളകളിൽ ഉൾപ്പെടുന്നു. റബ്ബർ, റെഡ് ഓയിൽ, ഈന്തപ്പന, കശുവണ്ടി എന്നിവ തോട്ടങ്ങളിൽ പരിമിതമായ തോതിൽ വളർത്തുന്നുമുണ്ട്. ഈ പ്രദേശത്ത് 0.6 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള ഒരു പ്രത്യേക സാമ്പത്തിക മേഖലയുണ്ട്. ഇത് മത്സ്യബന്ധന വ്യവസായത്തിന് സംഭാവന നൽകുന്നു. 2017 കണക്കനുസരിച്ച് ഈ പ്രദേശം 27,526 ടൺ മത്സ്യമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കൂടുതലും സമുദ്രമേഖലയിൽ നിന്നാണ്. ഉൾനാടൻ മത്സ്യബന്ധനത്തിൽ നിന്നുള്ള ചെറിയ സംഭാവനയും ഉണ്ട്. ഇങ്ങനെ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബസ് ബോട്ട് ജെട്ടിയിലേക്ക് എത്തുകയും അവിടെ സഹയാത്രികർക്കൊപ്പം ഞാനും ഇറങ്ങുകയും അവിടെ നിന്നും ബോട്ട് ജെട്ടിയിലൂടെ ബോട്ടിലേക്ക് നടന്ന് നീങ്ങുകയുമാണ്. ഇനിയുള്ള യാത്ര ബോട്ടിലാണ്. ഇവിടെ നിന്നും ഏതാനും കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന റോസ് ഐലൻഡിലേക്കാണ് ഇനി നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാവരും അത്യുത്സാഹത്തോടെ സമുദ്രത്തിലൂടെയുള്ള ഒരു യാത്രയ്ക്കായി കുശലവും പറഞ്ഞ് ബോട്ടിനടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരം ബസ്സിൽ സഞ്ചരിച്ച ക്ഷീണമൊക്കെ മറന്ന് ഇനി അങ്ങോട്ട് കടലിലൂടെ ബോട്ടിലുള്ള ഒരു യാത്രയ്ക്കായി ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് സഞ്ചരിക്കാനുള്ള ഡബിൾ ഹൾ ബോട്ട് തീരത്തോട് അടുത്തെത്തുകയുണ്ടായി. ഈ ബോട്ടിൽ സഹയാത്രികർക്കൊപ്പം കയറി അവിടെ നിന്നും റോസ് ഐലൻഡിലേക്കുള്ള യാത്ര നാം തുടങ്ങുകയാണ്. അങ്ങനെ ബോട്ടിൽ കയറിയതിനു ശേഷം എല്ലാവരും ബോട്ടിനകത്തിൽ നിന്ന് ധാരാളം ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്ത് അങ്ങനെ ഒരു യാത്രയ്ക്കായി ഒരുങ്ങുമ്പോഴേക്കും ബോട്ട് യാത്ര തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ അണ്ടമാൻ ദ്വീപുകളുടെ വിശാലമായ സമുദ്രപ്പരപ്പിലൂടെ റോസ് ഐലൻഡിനെ ലക്ഷ്യമാക്കി ഈ ബോട്ട് നീങ്ങുമ്പോൾ ഞാൻ അണ്ടമാൻ്റെ ചരിത്രത്തെക്കുറിച്ചും സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുമൊക്കെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. 2008 കണക്കനുസരിച്ച് രജിസ്റ്റർ ചെയ്ത 1833 ചെറുകിട വ്യവസായങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അവയിൽ ഭൂരിഭാഗവും എഞ്ചിനീയറിംഗ്, മരപ്പണി, തുണിത്തരങ്ങൾ എന്നിവയിലും 21 ഫാക്ടറികളിലുമാണ്. ദ്വീപുകളിലെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ വികസനത്തിന് ഉത്തരവാദിയായ സ്ഥാപനമാണ് ജില്ലാ വ്യവസായ കേന്ദ്രം. 1888 സ്ഥാപിതമായ അണ്ടമാൻ നിക്കോബാർ ദ്വീപുകളുടെ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ദ്വീപുകളുടെ വികസനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും ഉത്തരവാദിയാണ്. ദ്വീപുകളുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന സംഭാവന നൽകുന്ന ഒന്നാണ് ടൂറിസം. 2016 ദ്വീപുകളിൽ 4 ലക്ഷത്തിലധികം സന്ദർശകർ ഉണ്ടായിരുന്നു. ഇതിൽ 94% ആഭ്യന്തര വിനോദസഞ്ചാരികളിൽ നിന്നുമുള്ളതായിരുന്നു. 2018 വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്
ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗിന് കീഴിൽ വിവിധ ദ്വീപുകളിൽ സൗകര്യങ്ങൾ വികസിപ്പിക്കാനുള്ള പദ്ധതികൾ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ചു. വിദേശ സഞ്ചാരികൾക്ക് നിബന്ധനകളോടെ പ്രത്യേക പ്രദേശങ്ങളിലേക്ക് പ്രവേശനം നൽകുന്ന നിയന്ത്രിത ഏരിയ പെർമിറ്റുകൾ നൽകി വരുന്നു. ദ്വീപുകളുടെ ആക്സസ് ചെയ്യാവുന്ന ഭാഗങ്ങൾ സന്ദർശിക്കാൻ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് പെർമിറ്റ് ആവശ്യമില്ലെങ്കിലും ഗോത്ര സംരക്ഷണ കേന്ദ്രങ്ങൾ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. പ്രവേശനത്തിന് പ്രത്യേക അനുമതി ആവശ്യമായി വരുന്നു. നീണ്ട തീരപ്രദേശം കാരണം ദ്വീപുകളിൽ നിരവധി ബീച്ചുകളുണ്ട്. കയാക്കിംഗ്, സ്കൂബ ഡൈവിംഗ്, പാരാസെയിലിംഗ് എന്നിവയുൾപ്പെടെ വിവിധ ജലകായിക വിനോദങ്ങൾ ഇവിടെ പരിശീലിപ്പിക്കപ്പെടുന്നുണ്ട്. സെല്ലുലാർ ജയിൽ, ചാത്തം സോമിൽ, ഫോറസ്റ്റ് മ്യൂസിയം, സാമുദ്രിക നാവിക മറൈൻ മ്യൂസിയം, നരവംശാസ്ത്രം മ്യൂസിയം, ഫിഷറീസ് അക്വേറിയം, സയൻസ് സെൻറ്റർ, പോർട്ട് ബ്ലെയറിലെ കാർബിൻസ് കോവ്, ഷാഹി ദ്വീപിലെ ഭരത്പൂർ, ലക്ഷ്മൺപൂർ, സീതാപൂർ ബീച്ചുകൾ, സ്വരാജ് ദ്വീപിലെ എലിഫന്റ്, രാധാനഗർ ബീച്ചുകൾ, ഹുഡി ടിക്രി, റെഡ് ബോർഡ് ബാറ്റ് ദ്വീപുകൾ, രംഗത്തിനടുത്തുള്ള അങ്കുഞ്ച് ബീച്ച്, മായാബന്ദറിനടുത്തുള്ള ധനിനല്ല കണ്ടൽക്കാടുകളും കർമ്മത്താങ് ബീച്ചും, ദിഗ്ലിപൂരിനടുത്തുള്ള ചുണ്ണാമ്പുകല്ല് ഗുഹകളും ചെളി അഗ്നിപർവ്വതങ്ങളും, ക്രാഗി ദ്വീപ്, റോസ് ആൻഡ് സ്മിത്ത് ദ്വീപുകൾ, വിവിധ ദേശീയ ഉദ്യാനങ്ങൾ, സംരക്ഷിത സങ്കേതങ്ങൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണങ്ങൾ. പോർട്ട് ബ്ലെയറിനടുത്തുള്ള വീർ സവാർക്കർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഈ ദ്വീപുകളിലേക്ക് സേവനം നൽകുന്നത്. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലേക്ക് പതിവായി ഇവിടെ നിന്നും വിമാന സർവീസുകളുണ്ട്. ഇന്ത്യ നാവികസേനയുടെ INS ഉത്ക്രോഷുമായി എയർസൈഡ് സൗകര്യങ്ങൾ പങ്കിടുന്ന ഒരു സിവിൽ എൻക്ലേവായിട്ടാണ് വിമാനത്താവളം ഇവിടെ പ്രവർത്തിക്കുന്നത്. വിമാനത്താവളത്തിന് 3290 മീറ്റർ നീളമുള്ള ഒരൊറ്റ റൺവേ ആണ് ഉള്ളത്. സിവിലിയൻ ടെർമിനൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയാണ് എയർ ട്രാഫിക് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. അണ്ടമാൻ ആൻഡ് നിക്കോബാർ കമാൻഡ് ഓഫ് ഇന്ത്യൻ ആംഡ് ഫോഴ്സ്, കാർ നിക്കോബാർ AFS, INS കൊഹാസ, INS ഉത്ക്രോഷ്, INS ബാസ് എന്നിവയുടെ വ്യോമതാവളങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ദ്വീപുകളിലായി 23 തുറമുഖങ്ങളുണ്ട്. പോർട്ട് ബ്ലെയറിൽ ഒരു പ്രധാന തുറമുഖവും ദിഗ്ലിപൂർ, മായാബന്ദർ, റംഗൌട്ട്, പോർട്ട് ബേ, കാർ നിക്കോബാർ, കച്ചൽ, കാമ്പൽ ബേ എന്നിവയുൾപ്പെട്ട 8 പ്രധാന തുറമുഖങ്ങളുമുണ്ട്. ഇതുകൂടാതെ 2022 ഗ്രേറ്റ് നിക്കോബാറിൽ ഒരു പുതിയ കണ്ടെയ്നർ ഷിപ്പ് ടെർമിനലും വിമാനത്താവളവും വികസിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് നിർദ്ദേശിച്ചു. ദ്വീപുകളിലായി 39 ലൈറ്റ് ഹൗസുകൾ സ്ഥിതി ചെയ്യുന്നു. 2018 കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 422 കിലോമീറ്റർ നീളമുള്ള ദേശീയ പാതകളുണ്ട്. അതിൽ പ്രധാനം പോർട്ട് ബ്ലെയറിനെയും ദിഗ്ലിപൂരിനെയും ബന്ധിപ്പിക്കുന്ന 230 കിലോമീറ്റർ നീളമുള്ള NH4 ആണ്. എല്ലാ ദ്വീപുകളെയും ബന്ധിപ്പിക്കുന്ന ഒരൊറ്റ പവർ ഗ്രിഡ് ഈ ദ്വീപ സമൂഹത്തിന് സ്വന്തമായില്ല. കൂടാതെ വ്യക്തിഗത ദ്വീപുകളുടെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സ്വതന്ത്ര പവർ ഹൗസുകളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ദ്വീപുകൾക്ക് 68.46 മെഗാവാട്ട് സ്ഥാപിത വൈദ്യുതി ശേഷിയുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ഡീസൽ പവർ പ്ലാന്റുകളിൽ നിന്നും കൽപോങ് നദിയിലെ 5.25 മെഗാവാട്ട് ജലവൈദ്യുത പ്ലാന്റിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ജപ്പാനീസ് സഹായത്തോടെ സൗത്ത് അണ്ടമാനിൽ ഒരു പുതിയ 15 മെഗാവാട്ട് ഡീസൽ പവർ പ്ലാന്റ് സ്ഥാപിക്കുകയുണ്ടായി. 2020 കമ്മീഷൻ ചെയ്ത പോർട്ട് ബ്ലെയർ NLC ഇന്ത്യ 10 മെഗാവാട്ട് ഫോട്ടോവോൾട്ടിക്
പവർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. 2022 ഗ്രേറ്റ് നിക്കോബാറിൽ വികസിപ്പിക്കാൻ അധിക പവർ പ്ലാന്റുകളും അടിസ്ഥാന സൗകര്യങ്ങളും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ദ്വീപുകളിലെ വിവിധ ടെലികോം ഓപ്പറേറ്റർമാർ 4G മൊബൈൽ സേവനം നൽകിക്കൊണ്ടിരിക്കുന്നു. 2020 വരെ ഉപഗ്രഹ ലിങ്കുകൾ വഴി ഇന്റർനെറ്റ് നൽകിയിരുന്നു. ആക്സസ് പരിമിതമായിരുന്നു. 2018 ഡിസംബറിൽ ഭാരത് ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ദ്വീപുകളെ ചെന്നൈയുമായി ബന്ധിപ്പിക്കുന്ന ഫൈബർ ഓപ്റ്റിക് സബ്മറൈൻ കേബിളുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2020 ഓഗസ്റ്റ് 10 അണ്ടർസീ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ പ്രവർത്തനക്ഷമമായി. ഇത് ദ്വീപുകളിൽ അതിവേഗ ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ പ്രാപ്തമാക്കുകയും ചെയ്തു. ദ്വീപുകളിലെ ആദ്യത്തെ പ്രൈമറി സ്കൂൾ 1881 ആണ് സ്ഥാപിതമായത്. സ്വാതന്ത്ര്യകാലത്ത് ഒരു ഹൈസ്കൂൾ ഉൾപ്പെടെ 12 സ്കൂളുകൾ ദ്വീപുകളിൽ പ്രവർത്തിച്ചിരുന്നു. 2023 കണക്കനുസരിച്ച് ദ്വീപുകളിൽ 428 സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആകെ 86,081 വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. 1967 സ്ഥാപിതമായ ജവഹർലാൽ നെഹ്റു രാജകീയ മഹാവിദ്യാലയം ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ആദ്യത്തെ സ്ഥാപനമായിരുന്നു. മഹാത്മാഗാന്ധി ഗവൺമെന്റ് കോളേജ് 1990 സ്ഥാപിതമായി. പോണ്ടിച്ചേരി സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്താണ് ഇത് പ്രവർത്തിക്കുന്നത്. ഡോക്ടർ BR അംബേദ്കർ ഗവൺമെന്റ് പോളിടെക്നിക് 1984 സ്ഥാപിതമായി. അനുബന്ധ എഞ്ചിനീയറിംഗ് കോളേജായ ഡോക്ടർ BR അംബേദ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി 1989 സ്ഥാപിതമാവുകയുണ്ടായി. 2016 സ്ഥാപിതമായ സംസ്ഥാനത്തെ ഏക ലോ കോളേജാണ് അണ്ടമാൻ ലോ കോളേജ്. അണ്ടമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 1963 സ്ഥാപിതമായത്. ഇങ്ങനെ അണ്ടമാൻ്റെ വികസനത്തിനായി കേന്ദ്ര ഗവൺമെൻറ് ഒട്ടനവധി പദ്ധതികളിലൂടെ അണ്ടമാനെ മറ്റ് ദ്വീപുകളുമായി ബന്ധിപ്പിക്കുകയും വൻകരയുമായി ബന്ധിപ്പിക്കുകയും ഒപ്പം എല്ലാവിധത്തിലും പുരോഗമനം സാധിക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ വൻകരയുടെ ഒരു ഭാഗമായ അണ്ടമാൻ നിക്കോബാർ ഐലൻഡുകളും ഇന്ത്യ പുരോഗമിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെ നാം അണ്ടമാൻ നിക്കോബാറിൻ്റെ ചരിത്രത്തെപ്പറ്റിയും സാമ്പത്തികത്തെപ്പറ്റിയും കൃഷിയെപ്പറ്റിയും വിദ്യാഭ്യാസത്തെപ്പറ്റിയും സമ്പദ് വ്യവസ്ഥയെപ്പറ്റിയും ഒക്കെ ചിന്തിച്ചുകൊണ്ട് കടലിൻ്റെ ഭംഗിയും ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം സഞ്ചരിക്കുന്ന ബോട്ട് അതിവേഗത്തിൽ റോസ് ഐലൻഡിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹയാത്രികർ എല്ലാവരും കടലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് യാത്ര നന്നേ ആസ്വദിക്കുകയാണ്. അവിടെ ചെന്നാൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യേണ്ടത്, അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് എന്നതിനെപ്പറ്റി ടൂർ ഗൈഡായ മലിക് സഹയാത്രികർക്കും ഒരു നല്ല ക്ലാസ് തന്നെ എടുക്കുകയുണ്ടായി. മാനുകളും മയിലുകളും മറ്റ് പക്ഷികളും ഒക്കെ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കുമെന്നും അവിടെ ജപ്പാൻ അധിനിവേശത്തിൻ്റെയും ബ്രിട്ടീഷ് ജനവാസത്തിൻ്റെയും ഒക്കെ ഒത്തിരിയേറെ കാഴ്ചകൾ കാണാനുണ്ടെന്നും അതൊക്കെ നന്നായി ആസ്വദിക്കണമെന്നും പറഞ്ഞ് തരികയും സഹയാത്രികരെ അതിനായി പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റോസ് ഐലൻഡിനെ ലക്ഷ്യമാക്കി നാം സഞ്ചരിക്കുന്ന ബോട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്.